നോമ്പ് ചിന്തകൾ രണ്ടാം ശനി. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ശിമയോൻ പത്രോസും കൂട്ടരും നടത്തുന്ന അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. ഇവിടെ ഈശോയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് അവരുടെ അധ്വാന ഫലം അത്ഭുതകരമായി അവർക്ക് അനുഭവപ്പെടുന്നത്. ഇതേ തുടർന്ന് പത്രോസിനും മറ്റു ശിഷ്യന്മാർക്കും തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തിരിച്ചറിവും ഉൾക്കാഴ്ചയും ലഭിക്കുകയാണ്. അതായത്, തങ്ങളുടെ അധ്വാനങ്ങളും തങ്ങൾ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളുമെല്ലാം ഫലമണിയുന്നത് തങ്ങളുടെ കഴിവിനാലല്ല, മറിച്ച് ദൈവമാണ് ആത്യന്തികമായ വിജയം നൽകുന്നത് എന്ന്. തങ്ങൾ കണ്ട അത്ഭുതകരമായ കാഴ്ചയിൽ വിസ്മയിച്ചു നിന്ന ശിമയോനോട് ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. അതായത്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാകും. തുടർന്ന് നാം കാണുന്നു, എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു എന്ന്. ഈ ലോകത്തിൻ്റേതായതെല്ലാം ഉപേക്ഷിച്ച് മിശിഹായെ അനുഗമിക്കാൻ നാമും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് യഥാർത്ഥ അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, മിശിഹായെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തി എന്ന്. ഈ നോമ്പുകാലത്ത് ഈ ലോകത്തിൽ പ്രധാനമായി കരുതുന്ന പല ഭൗതിക കാര്യങ്ങളും നിസ്സാരമായി കാണാനും മിശിഹായ്ക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകാനുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്കും കടന്നു വരാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.